ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. IPL 18 സീസണിൻ്റെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് മുതൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇന്നാണ് ഒന്നാം ക്വാളിഫയർ പോരാട്ടം നടക്കാൻ പോകുന്നത്. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 നടക്കുന്ന തകർപ്പൻ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് RCB ബംഗളൂരുവിനെ നേരിടാൻ പോവുകയാണ്. ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പോരാട്ടം, ടേബിൾ ടോപ്പേഴ്സിൻ്റെ പോരാട്ടം, ഒരു വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ജയം മാത്രമെങ്കിലേ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കാൻ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ പഞ്ചാബും അതുപോലെ RCBയും ഇന്ന് നേർക്കുനേർ വരാൻ പോവുകയാണ്. അപ്പോൾ RCB വേഴ്സസ് PBK's മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിലാണ് ഒന്നാം ക്വാളിഫയർ അതോടൊപ്പം നാളെ നടക്കുന്ന എലിമിനേറ്റർ പോരാട്ടവും നടക്കാൻ പോകുന്നത്. സ്റ്റേഡിയത്തിൻ്റെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നേരിയ മഴ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻസ് ഡെഫിനറ്റ് ആയിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ചേസിങ്ങിലേക്ക് വരുമ്പോൾ ഡ്യൂ ഫാക്ടർ ഉള്ളതിനാൽ തന്നെ ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻസ് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം തന്നെയായിരിക്കും എടുക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ആവറേജ് പെർ സ്കോർ എന്നൊക്കെ പറയുന്നത് 180 മുകളിലാണ്. സോ വമ്പൻ ബാറ്റിംഗ് ലൈനപ്പോൾ രണ്ട് വമ്പന്മാർ ഇറങ്ങുമ്പോൾ ഏതാണ്ട് 200 മുകളിൽ സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും വലിയ അപ്ഡേറ്റ് RCBയെ സംബന്ധിച്ചാണ്. ജോഷ് ഹേസൽവുഡ് അവരുടെ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിർണായകമായിട്ടുള്ള പ്ലേ ഓഫ് പോരാട്ടത്തിൽ ജോഷ് ഹേസൽവുഡ് RCB 11ലേക്ക് മടങ്ങിയെത്തും. സീരി ടീമുകളുടെ സാധ്യത 11 പരിശോധിക്കുകയാണെങ്കിൽ RCBയിൽ വരുവാണെങ്കിൽ വിരാട് കോഹ്ലി ഫുൾ സ്റ്റാർട്ട് ഓപ്പണിംഗ് വയ്ക്കും. ക്യാപ്റ്റൻ രജത് പടിത്താർ പരിക്ക് മാറി തിരിച്ചെത്തും. മയങ്ക് അഗർവാൾ, ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ മത്സരത്തിൽ ആംസ്ട്രിങ് ഇഞ്ചുറി മൂലം കളിക്കാതിരുന്ന ടിം ഡേവിഡും RCB നിരയിലേക്ക് മടങ്ങിയെത്തും. ജോഷ് ഹേസൽവുഡ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നാട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ക്യാമ്പിലെത്തിയ അദ്ദേഹം പ്ലേ ഓഫ് പോരാട്ടങ്ങളിൽ RCB നിരയിലേക്ക് ഉണ്ടായിരിക്കുമെന്ന് കഴിഞ്ഞ മത്സരത്തിൽ അവിടെ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ജിതേഷ് ശർമ്മ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ ജോഷ് ഹേസൽവുഡ് RCBയുടെ 11-ലുണ്ടാകും. യഷ് ദയാൽ, ഭുവനേശ്വർ കുമാർ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ശ്രീലങ്കൻ താരം നുവാൻ തുഷാരയും RCB 11-ൽ ഇടം പിടിക്കുമ്പോൾ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് പതിവ് സുയാഷ് ശർമ്മയായിരിക്കും RCB പരിഗണിക്കുക. പഞ്ചാബിലേക്ക് വരുവാണെങ്കിൽ അവരുടെ തകർപ്പൻ ഓപ്പണിംഗ് സഖ്യം പ്രഭ്സിമ്രൻ സിംഗും യുവതാരം പ്രിയാൻ ഷാരിയും തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. വൺ ഡൗണായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എത്തുമ്പോൾ വൺ ഡൗണായി ഓസ്ട്രേലിയൻ താരം ജോഷ് ഇംഗ്ലിസ് ആയിരിക്കും എത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ നമുക്ക് കാണാൻ സാധിക്കും. യുവതാരം നേഹൽ വധേര, മാർക്കസ് സ്റ്റോയിനിസ്, കൈൽ ജാമീസൺ, ഹർപ്രീത് ബ്രർ, മാർക്കോ ജോൺസൺ, ശശാങ്ക് സിംഗ്, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പഞ്ചാബിൻ്റെ സാധ്യത 11. അങ്ങനെയാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് പരിക്ക് മാറി തിരിച്ചുന്ന യുസ്വേന്ദ്ര ചഹലിനെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.